Since the new generation of Malayalam media professionals who are not just talented but also grounded and determined. With a career spanning multiple reputed news channels, she is a shining example of professional integrity. അപ്പം എനിക്ക് പറയാനുള്ള വസ്ത്ര സ്വാതന്ത്ര്യം, വ്യക്തിപരമായിട്ടുള്ള താല്പര്യം എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ എന്റെ കാര്യം പറയുവാണ്, എന്റെ പേഴ്സണൽ അഭിപ്രായം പറയുവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്കുള്ള വസ്ത്രം ധരിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അപ്പൊ ന്യൂസ് ഒക്കെ വായിക്കുന്ന സേതുലക്ഷ്മി എന്ന് പറയുന്ന ഒരു ന്യൂസ് റീഡർ ഉണ്ട്. പുള്ളിക്കാരി കുഴപ്പമില്ലാണ്ട് വസ്ത്രം ധരിച്ച് കുഴപ്പമില്ലാത്ത തരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോയി വന്ന് പുള്ളിക്കാരിയുടെ ഡ്രസ്സിലൊക്കെ ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് പേര് കമന്റ് ചെയ്യാൻ തുടങ്ങി, നാട്ടുകാരൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കർക്കിടക മാസം 1-ാം തീയതിയിൽ ഒരു ന്യൂസ് വായിക്കാൻ പുള്ളിക്കാരി വന്നു. ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ നെയ്സ് ആയിട്ടുള്ള സ്ട്രാപ്പുള്ള ഒരു ബ്ലൗസ് ഇട്ടുകൊണ്ടാണ് പുള്ളിക്കാരി വന്നത്. അത് കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചെറിയ രീതിയിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. വസ്ത്ര സ്വാതന്ത്ര്യം വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അത് ഒക്കേഷൻ അനുസരിച്ച് വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, ന്യൂസ് ഒക്കെ വായിക്കുമല്ലേ, എത്രയോ പേര് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഇതൊക്കെ കാണാനിരിക്കുന്നത്. അപ്പോഴത്തേക്കും ന്യൂസ് ഒക്കെ വായിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മാന്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് നിൽക്കണ്ടേ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് ന്യൂസ് വായിക്കുന്നത് കൊണ്ട്. കാര്യം, ഒരു വീട്ടിലുള്ള എല്ലാ പ്രായക്കാരും ഇരുന്ന് ന്യൂസ് കാണുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നും, പ്രത്യേകിച്ച് മലയാളികൾ. അപ്പൊ എന്തായാലും സേതുലക്ഷ്മിനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ സേതുലക്ഷ്മി ചേച്ചിയുടെ ഒരു ഇൻട്രോ കൊടുക്കാം, ഒന്ന് കണ്ടു. Sethulashmi represents the new generation of Malayalam media professionals who are not just talented but also grounded and determined. With a career spanning multiple reputed news channels, she is a shining example of professional integrity, consistency, and quiet confidence in journalism. Her journey continues to motivate many in the field of media. Sethulashmi is a passionate and confident news anchor currently working at News Malayalam 24/7. With years of experience in Malayalam visual media, she has worked with reputed news channels like Mathrubhumi News TV and Kerala Kaumudy, gaining popularity for her calm presence and articulate reporting. Sethulashmi started her career as a news reader in regional media with Kerala Kaumudy, where she honed her skills in broadcast journalism. She later moved to Mathrubhumi News, becoming a familiar face to Malayalam news viewers through regular primetime bulletins and special segments. Her latest role is at News Malayalam 24/7. There, she continues to shine as a poised and reliable news reader. Her ability to report with clarity, maintain professionalism on screen, and connect with the audience sets her apart in a competitive industry. Sethulashmi started her career as a news reader in. Despite media recognition, she stays connected to her cultural roots and values. അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ സേതുലക്ഷ്മി ചേച്ചി. ഇതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോ അടുത്തത് മാന്യം മര്യാദക്കുള്ള ഒരു ഡ്രസ് ഇട്ട് ചേച്ചി വരുന്നുണ്ട്, അതൊന്ന് കണ്ടോ. വിജയുടെ വാഹനം പാർക്ക് ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്ന നിശ്ചിത സ്ഥലത്തിന് ചുറ്റുമാണ് ജനം തങ്ങിക്കൂടിയത്. താരത്തെ ഏറ്റവും അടുത്തു കാണാനുള്ള ആവേശമായിരുന്നു അത്. കരൂരിലെ ഓവർ ബ്രിഡ്ജിന് സമീപം വിജയുടെ വാഹനം എത്തിയത് 6 മണിക്കാണ്. അവിടെ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയാണ് റാലി നടക്കുന്നത്. പക്ഷേ 1 മണിക്കൂർ കൊണ്ട് മാത്രമാണ് ആ വാഹനത്തിന് അവിടേക്ക് എത്താൻ കഴിഞ്ഞത്. ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കേണ്ട യോഗത്തിന് അങ്ങനെ സന്ധ്യ കഴിഞ്ഞ് 7 മണിയോടുകൂടിയാണ് വിജയുടെ വാഹനം എത്തുന്നത്. ആ വാഹനത്തിന് പിന്നാലെയും ആയിരങ്ങൾ എത്തിയിരുന്നു. രാവിലെ മുതൽ കാത്തു നിന്നവരുടെ അടുത്തേക്കാണ് വിജയുടെ വാഹനത്തെ പിന്തുടർന്നെത്തിയവർ കൂടിച്ചേർന്നത്. വിജയുടെ വാഹനത്തിന് വഴിയൊരുക്കാനായി വോളണ്ടിയർമാർ ശ്രമം തുടങ്ങിയപ്പോൾ തന്നെ ദുരന്തം ആരംഭിച്ചു എന്ന് പറയാം. കാരണം നീങ്ങാൻ ഒരിഞ്ച് സ്ഥലമില്ലാത്ത പ്രദേശത്താണ് ഈ ഉന്തും തള്ളുമൊക്കെ തുടങ്ങിയത്. നീങ്ങാൻ സ്ഥലമില്ലാതെ ശ്വാസം മുട്ടി നിന്നവർ തലകറങ്ങി വീഴാൻ തുടങ്ങി. അവരെ ചവിട്ടി മറ്റുള്ളവർ ഓടാൻ തുടങ്ങി. അവരെല്ലാവരും ഒരു ഷെഡിലേക്കാണ് തിക്കി തിരക്കി വീണത്. അത് ജനറേറ്റർ വെച്ചിരുന്ന ഒരു ഷെഡായിരുന്നു. OB വാനും അവിടെ പാർക്ക് ചെയ്തിരുന്നു. നീങ്ങാൻ 1 സെന്റിമീറ്റർ പോലും ഇടമില്ലാത്തിടത്തേക്കാണ് 100 കണക്കിന് പേര് ഉന്തി മാറ്റാൻ ശ്രമിച്ചത്. അതോടെ ഈ ദുരന്തം അനിവാര്യമായി. ഇതിനിടയിൽ അപ്പൊ കണ്ടില്ലേ, ഈ ന്യൂസ് എന്ന് പറഞ്ഞാൽ പഴയ ചേച്ചി ഇട്ട ഒരു ന്യൂസ് ആണ്. ഇപ്പൊ ഉള്ളത് വേറെ രീതിയിലുള്ള ഡ്രസ്സിംഗ് ആണ്. എന്നാലും ചേച്ചിയുടെ ഈ ഒരു ഫോട്ടോ ആണ് ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ടത്. അപ്പൊ ശരിക്കും ഈ ഒരു ഡ്രസ്സിൽ കാണുമ്പോഴത്തേക്കും ചെറിയ സ്ട്രാപ്പുള്ള ഒരു ബ്ലൗസ് ആണ്. സാരി ഉടുത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഭയങ്കര വൃത്തികേടായിട്ട് മലയാളികൾക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു ബ്ലൗസ് ആണ് പുള്ളിക്കാരി ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ടാണ് നാട്ടുകാരും ഇത് കാണുന്ന വ്യൂവേഴ്സും എല്ലാവരും ചേച്ചി പൊങ്കാല ഇടാൻ തുടങ്ങിയത്.
അല്ല, നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല, അത് ചേച്ചിയുടെ മാത്രം സ്വാതന്ത്ര്യമാണല്ലോ. പക്ഷെ അഭിപ്രായം പറയാം. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെയൊക്കെ അഭിപ്രായം എന്ന് പറയുമ്പോൾ, ചേച്ചി ഒരു ന്യൂസ് ചാനൽ, സിനിമയിലൊന്നും അല്ലല്ലോ അഭിനയിക്കുന്ന, ഒരു ന്യൂസ് റിപ്പോർട്ടറാണ്, അല്ലെങ്കിൽ ന്യൂസ് ചാനൽ കാണുന്ന എത്രയോ ആൾക്കാരുണ്ട്, വലിയ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും എല്ലാവരും തെറിയല്ലേ ചേച്ചീനെ പറയുന്ന ഇതൊക്കെ കാണുമ്പോൾ. അപ്പോ ഇങ്ങനെ വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ തുടർന്നതോടുകൂടി പുള്ളിക്കാരിക്ക് ഭയങ്കര ദേഷ്യം വന്നു. എന്ന് വെച്ചാൽ ആൾക്കാർ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഇതായി. പിന്നെ അങ്ങനെയാണ് പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂ കൊടുത്തത് ഒരു ചാനലിന്. എന്തായാലും ആ ഇന്റർവ്യൂ കണ്ടിട്ട് വരാം. സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു മാധ്യമ പ്രവർത്തകയാണ്, സേതുലക്ഷ്മി. സ്വാഗതം. ഹലോ. സേതുലക്ഷ്മി നമ്മൾ അടിക്കുമ്പോൾ കാണുന്ന കമന്റ്സും അല്ലെങ്കിൽ പോസ്റ്റർ ഒക്കെ കാണുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ആളുകളെ വാർത്ത കാണാൻ പ്രേരിപ്പിച്ച ഒരാൾ എന്നൊരു ക്യാപ്ഷൻ എപ്പോഴും കാണും. ഈ ക്യാപ്ഷൻ കാണുന്ന സ്ഥലത്ത് എന്താ ശരിക്കും ഫീൽ ചെയ്യുക? ശരിക്കും കാണുമ്പോൾ സന്തോഷമൊക്കെ തോന്നും. കാരണം നമ്മൾ പറയുന്ന സാധനങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അവർക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പം അത് സന്തോഷമുള്ള കാര്യമാണ് കാണുമ്പോൾ. പിന്നെ മാത്രമല്ല, ഇപ്പൊ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് കാണുമ്പോ ഒക്കെ നന്നായിട്ട് സംസാരിക്കുക, വാർത്ത കാണാറുണ്ട്, ഇഷ്ടമാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മളെല്ലാം ചെയ്യുന്നതും ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഇപ്പൊ നമ്മള് ഒരു പണ്ടൊക്കെ ഇപ്പം പറയുന്ന പോലെ നമ്മൾ മുകളിൽ നിന്ന് ഒരു കല്ലെടുത്തെറിഞ്ഞ വീടുന്ന ഒരു യൂട്യൂബറിന്റെ തലയിലായിരിക്കും. അത്രയധികം ആളുകൾ, യൂട്യൂബേഴ്സും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയില് ആളുകൾ, നമുക്ക് പരിചിതങ്ങളായ കുറെ ആളുകളുണ്ട്. അതിനിടയിൽ ഇപ്പോഴും ചാനലുകൾ നിലനിൽക്കുന്നു. ചാനലുകളിൽ എന്തോരം വാർത്താ അവതാരകരുണ്ട്, അവരെല്ലാം നിലനിൽക്കുന്നുണ്ട്. അപ്പം അവർക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നു, നമ്മളെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നു. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോ ഇത് എല്ലാവർക്കും ദേഷ്യം വരുന്നത് ചേച്ചിയുടെ ഡ്രസ്സ് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പ്രായമായുള്ളവരും ചിന്താഗതി പഴയ രീതിയിലായവരും ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഇഷ്ടപ്പെടണമെന്നില്ല. കമന്റ്സിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കമന്റ്സ് ഒക്കെ വായിച്ച് സന്തോഷിക്കുന്ന ഒരാളാണോ? ഏറ്റവും കൂടുതൽ കാണുന്ന കമന്റ് എന്തായിരിക്കും? ഞാൻ അങ്ങനെ നോക്കാറില്ല. ഞാൻ കമന്റ്സ് വായിക്കുന്നത് രാവിലെ എന്റെ ഷോയിൽ മാത്രമേ ഉള്ളൂ. അപ്പം കമന്റ്സ് നോക്കും. അതിപ്പോ നമ്മളൊരു ഫാമിലി പോലെ ആയെന്ന് തോന്നുന്നു. എല്ലാ ആൾക്കാരും എനിക്കറിയാം, സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാര്. ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവരെ വീട്ടിൽ അരക്കേണ്ട, ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ്, എന്താ ഇന്നലെ എവിടെ പോയി, പനിയാണോ, പനി കുറഞ്ഞോ, അങ്ങനെ പോലും നമുക്കറിയാവുന്ന ഒരു ഫാമിലി പോലെ ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഇപ്പൊ കാണുമ്പോൾ ഇതിന്റെ സാരീസ് അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് ആണ് ഗേൾസ് എന്ന രീതിയിൽ ഞാൻ നോക്കാറ്. അപ്പം ഈ ഡ്രസ്സിങ്ങിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഈ ന്യൂസ് പ്രസന്റേഷനിൽ മാറ്റം വന്ന പോലെ റീഡിംഗിൽ ചേഞ്ച് വന്ന പോലെ തന്നെ ഈ ഡ്രസ്സിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മൾ കണ്ടത്, ഞാനത് പോസ്റ്റ് കാണിച്ചത്, എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിന് കൊടുത്ത ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്ത ഒരു ക്യാപ്ഷനാണ്. അത് ഞാൻ കാണിക്കട്ടെ. ഇതിന് കൊടുത്ത ക്യാപ്ഷൻ: കൊച്ചു കേരളത്തിലെ ചിലരുടെ ശ്രദ്ധ മുഴുവൻ പോയ 2 വള്ളികൾ. ഒരു വള്ളിയെ കാണുന്നുള്ളൂ. എന്തായാലും ആ ബ്ലൗസ് ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ കർക്കിടക മാസം 1-ാം തീയതി ഈ വിവാദത്തിന് കാരണമായിട്ടുള്ള ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇന്ന് 2026 ജൂലൈ മാസം 17, മലയാള മാസം കർക്കിടകം 1 ഇന്ന്. മലയാളികൾക്ക് കർക്കിടകം എന്ന് പറയുമ്പോഴത്തേനും ശരിക്കും മഴയുടെയും രാമായണ മാസത്തിന്റെയും അതേപോലെ വീടുകളിൽ ഔഷധക്കഞ്ഞിയുടെയും കുടുംബസ്നേഹത്തിന്റെയും ഒക്കെ ഒരു കുളിർകാലം കൂടിയാണ്. പണ്ട് ഈ കാർഷിക സമൂഹത്തിൽ ഏറ്റവും കഷ്ടകാലമായിരുന്നു എന്നതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിനെ ഇപ്പോഴും, പണ്ട് മാത്രമല്ല ഇപ്പോഴും ചിലയിടങ്ങളിലൊക്കെ പഞ്ഞമാസം എന്ന് വിളിക്കുന്നവരുണ്ട്. പക്ഷെ ആ കഷ്ടകാലത്തെ പോലും പ്രാർത്ഥനയിലൂടെയും ആരോഗ്യ സംരക്ഷണത്തിലൂടെയും ആത്മവിചിന്തനത്തിലൂടെയും ഒക്കെ അതിജീവിക്കാനാണ് നമ്മുടെ പൂർവികരൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കർക്കിടകം ജീവിതത്തിൽ പ്രതിസന്ധികളെ ക്ഷമയോടെയും പ്രത്യാശയോടെയും നേരിടാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇരുളടഞ്ഞ നാളുകൾക്കു ശേഷം വെളിച്ചത്തിന്റെ ഒരു നല്ല നാളെ പ്രകൃതി നമുക്ക് വേണ്ടി നൽകും എന്നൊരു വലിയ ജീവിത സന്ദേശം കൂടിയാണ് ഓരോ കർക്കിടകവും നമുക്ക് നൽകുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്മയുടെയും ഐശ്വര്യത്തിന്റെയും ആരോഗ്യവും നിറഞ്ഞ നല്ലൊരു കർക്കിടക മാസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വാർത്താ പ്രഭാതം തുടങ്ങുകയാണ്. അപ്പൊ എന്തായാലും വസ്ത്രസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തില് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴേ, അതും ഒരു ന്യൂസ് ചാനലൊക്കെ വായിക്കുമ്പോൾ എനിക്ക് അതാണ് കൂടുതലും പറയാനുള്ളത്. ന്യൂസ് ചാനലിലൊക്കെ വായിക്കുമ്പോൾ ഇച്ചിരി അടക്കവും ഒന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഇച്ചിരി കൂടെ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും. എന്തായാലും നല്ല രീതിയിൽ ന്യൂസ് വായിക്കുന്നുണ്ട് ചേച്ചി. എന്തായാലും ആരും ന്യൂസ് കാണാനല്ല, ഈ ഒരു ചേച്ചീന്റെ ഒരു ഡ്രസ്സിങ് കാണാനാണ് വന്ന് ഇരിക്കുന്ന കൂടുതൽ പ്രേക്ഷകരെന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്താണ് ഇത് കണ്ടിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാൻ മതി.